അസ്സലാമലൈക്കും. ഞാൻ യൂസ് പഠിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ അൻവറിൻ്റെ ഫോണിൽ നമ്മളെ കാട്ടമുക്കിൽ ഇവരിങ്ങനെ ഓരോ ആഗ്രഹം പറഞ്ഞ് ഓരോരുത്തരും മോഹിപ്പിച്ച് ഇപ്പോൾ എനിക്ക് പഠിക്കണം എന്നുള്ള ഒരു മോഹമുണ്ട്. അതിന് ചില വ്യക്തികളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടുന്നില്ല. എന്നുവെച്ചാൽ ഇവർക്ക് ചെറിയ മാനസികമായിട്ടുള്ള താറാറുണ്ടായി എല്ലാവർക്കും അറിയും, കളക്ടറിലുള്ള എല്ലാവർക്കും അറിയും. ഈ കുട്ടിക്ക് കുട്ടിയല്ല 40-41 വയസ്സായിരിക്കണം. പക്ഷെ അവന് ഒരു ആഗ്രഹം എല്ലാവരും കൂടി പറഞ്ഞ് എന്നെ ഞങ്ങൾ ചേർത്തിക്കോളാന്ന് പറഞ്ഞ് ഇപ്പോൾ കലണ്ടറിലൊക്കെ മാർക്ക് ചെയ്തോട്ട് ഇപ്പോൾ കുടുംബത്തിനോട് ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്, ഇപ്പം അൻവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്ത് ഇതിന് ഇടപെടണം. എന്നുവെച്ചാൽ ഇവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കാരണം ഓർക്കൊരു ബെഞ്ചിൻ്റെ ചെറിയ സൈഡ് കൊടുത്താൽ മതി, എന്നാൽ വലിയൊരു പുണ്യമായി ചെയ്യുന്നു. അപ്പോൾ ആദ്യം സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് ആദ്യം എന്തേനെ ഓർക്ക് പഞ്ചായത്ത് പറഞ്ഞാൽ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ്ട് ഒരു ഇതാക്കി നമ്മൾ പഞ്ചായത്തിൽ 2 വട്ടം പോയി. അവിടെ 2 വട്ടം പോയപ്പോൾ ഓരോ തന്നെ ഞങ്ങൾക്ക് ഇതാക്കാൻ നമ്മൾ പുതിയ ബിൽഡിങ് 2 മാസം കൊണ്ട് എടുക്കണ്ട. 2 മാസം കഴിഞ്ഞാൽ ആയത് ഫസ്റ്റ് ആണ് എടുത്തുള്ളത്. 2 മാസം കൊണ്ട് പെട്ടെന്ന് ഇതാണത്. ഇത് 6 മാസത്തിന് മേലായി ഇവനെ കൂടി വെച്ച് അത്രക്കാണ് ഇവിടെ. അത് ഇവിടെ ഈ നാട്ടിലുള്ള ഒരു വിധ ആൾക്കാരോട് പോയാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇവന്റെ ഒരു ആഗ്രഹം അല്ലേ? അതേ പഞ്ചായത്തിന്റെ ആൾക്കാർ ഇവര് അത് തന്നിട്ടില്ലെങ്കിൽ ഇതിന്റെ ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യും, മരിക്കും എന്നൊക്കെ പറയുന്നു. സ്കൂൾ പോകാൻ ആണ് അത് പൂജയായതിന്റെ എല്ലാ ആഗ്രഹങ്ങളും തീരും. വലിയ ഒരു ഇതാവും അല്ലേ? വലിയൊരു നല്ല ഒരു ആഗ്രഹം ഉമ്മയാണ് അല്ലേ? അപ്പൊ എന്നോട് എല്ലാവരും പറഞ്ഞോ ഇങ്ങനെ എന്നെ നമ്മൾ ചേർത്തിക്കോളാം, എന്നെ ഇതാക്കിക്കോളാന്ന് പറഞ്ഞു. ആരൊക്കെ പറഞ്ഞേ? ആയ എന്ന് പറഞ്ഞ ടീച്ചർ സ്കൂളിലെ സെൽമ പറഞ്ഞത്. അല്ല ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു 40 വയസ്സായ പോകും, 40 വരെ ഇവിടെ 40 അല്ല പ്രധാനം. ഇവിടെ ഓന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കലാണ്. അത് സാധിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ഏതായിക്കോട്ടെ, നമ്മളെ ഏത് മെമ്പർ ആയിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, ഒരു എന്തെങ്കിലും ചെയ്യും അത് സ്ഥിരമായിട്ട് പോവില്ലോ. അവന്റെ ഒരു ആദരേ ഉണ്ടാവുള്ളൂ. മെമ്പർമാരൊക്കെ ഓക്കെ പറഞ്ഞാണ് അന്നെടുക്കാതെ എങ്ങനെ സ്കൂളിൽ നിന്നാണ്ട് ആ ടീച്ചർമാർ അതിലുള്ള എല്ലാ ഭാരവാഹികളും അറിയണോലൊക്കെ സമ്മതിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ ജനങ്ങളൊക്കെ ഇതിന് സപ്പോർട്ടാണ്. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഇവര് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഈ ഇവന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണം. അതിന് എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. ഒരു മനുഷ്യന്റെ ആഗ്രഹമാണ്. എന്നിട്ട് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെപ്പോഴൊന്നും പഠിച്ചു നിർത്തില്ല, മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവന്റെ കാര്യത്തിന് പഞ്ചായത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ മേലെ ഞങ്ങൾ പോയി ചിലപ്പോൾ അത് സാധിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവന്റെ ആഗ്രഹം സാധിക്കണം അല്ലേ? അതിന് നമുക്ക് നോക്കാം, പരിശ്രമിക്കാം. ശരിയാവും. ഇവിടെ പറയാട്ടാ.